ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. കേരള PSC PYQ മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ എപ്പിസോഡ് 26 ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ മോക്ക് ടെസ്റ്റും VFA എക്സാംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഒരു 3-4 എപ്പിസോഡ്സ് നമ്മൾ VFA എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സോ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ എപ്പിസോഡ്സ് ഒന്നും തന്നെ മിസ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാനൊരു സോറി പറയുകയാണ്, കാരണം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമുക്കൊരു വലിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി PYQ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ യൂസ് ചെയ്തിട്ടായിരുന്നു ഇതിൽ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ കഴിഞ്ഞ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ നമ്മളെ തൊഴിൽ വകുപ്പ് മന്ത്രി P ശിവൻകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് ബിന്ദു കൃഷ്ണയാണ്. അപ്പോൾ ഞാനത് ആ ആൻസർ കീ അനുസരിച്ച് ഇങ്ങനെ ആൻസർ ചെയ്ത് പോയപ്പോൾ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് രണ്ടാമത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആ ഒരു തെറ്റ് കാണിച്ച് തന്ന സുഹൃത്തിന് ഒരു താങ്ക്സ് പറയുകയാണ്, ഇല്ലെങ്കിൽ അതൊരു വലിയൊരു നെഗറ്റീവ് ഒരു റെഡ് മാർക്കായി പോകുമായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി, ബംഗാൾ, ശരിയാണ്. നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര, ബംഗാൾ, ശരിയാണ്. ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ, ബംഗാൾ, ശരിയാണ്. രംഗഭൂമി പ്രേംചന്ദ്, ബംഗാൾ, തെറ്റാണ്. ഇത് ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ, ഓൺലി 4. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത്? സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഓൺലി 2. അടുത്ത ചോദ്യം, പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണിവ? തന്നിരിക്കുന്നത് മുസോളിനിയുടെ വാക്കുകളാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൺലി 2. അടുത്ത ചോദ്യം, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് പതിറ്റുപത്ത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഓൺലി 1. അടുത്ത ചോദ്യം, 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഇതിൽ തന്നിരിക്കുന്നത് വംശീയവലി ചരിതമാണെന്നാണ്. ശരിയായിട്ടുള്ളത് വംശാവലി ചരിതം എന്നാണ്. ഏതാണ് അത്? മൂഷകവംശ മഹാകാവ്യമാണ് ഉത്തരം. ആൻസർ വരുന്നത് ബി ആണ്, ഓൺലി 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. വാഗൻ ട്രാജഡി, മലബാർ കലാപം 1921, ശരിയാണ്. പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ അറബിക്കടൽ 1946, ശരിയാണ്. സവർണ ജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ, തെറ്റാണ്. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. മന്നത്ത് പത്മനാഭൻ ശരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, കൊച്ചി മഹാരാജാവ്, തെറ്റാണ്. ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ എന്നത് ശരിയാണ്. ഇദ്ദേഹം കൊച്ചി മഹാരാജാവല്ല, തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു. പരസ്പര ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഓൺലി 3 and 4. അടുത്ത ചോദ്യം, താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ഇന്ത്യയിലെ ദേശീയ പാതകൾ, സംസ്ഥാന ഹൈവേകൾ എന്നിവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണെന്നാണ് തന്നിരിക്കുന്നത്. തെറ്റാണ്. കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണ്. ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ശരിയാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് റോഡ് ഗതാഗതം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ജലഗതാഗതമാണ്. ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. ശരിയാണ്. അപ്പൊ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ, ഓൺലി 2, 4. അടുത്ത ചോദ്യം, വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുത തിരഞ്ഞെടുത്ത് എഴുതുക. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ്. ശരി. മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉദ്ഭവ പ്രദേശമാണ്. ശരി. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു. ശരിയാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നു. ഇതാണ് തെറ്റായ പ്രസ്താവന. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്.
അപ്പോൾ തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഓൺലി 1, 2, 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു അവസാദശിലയ്ക്ക് ഉദാഹരണം. ഒരു അവസാദശിലയ്ക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ ബി, കൽക്കരി. താഴെ പറയുന്നവയിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? ആദ്യഘട്ടത്തിൽ ട്രെയിൻ 18 എന്നറിയപ്പെട്ടിരുന്നു, ശരിയാണ്. ഉദ്ഘാടനം ഫെബ്രുവരി 15, 2019 ശരിയാണ്. ആദ്യ യാത്ര ഡൽഹിക്കും വാരാണസിക്കും ഇടയിലാണ്, ശരിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ് സർവീസുകൾ നടത്തപ്പെടുന്നത്, ശരിയാണ്. വന്ദേ ഭാരതുമായി ബന്ധപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ടതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ് കേട്ടോ. അടുത്ത ചോദ്യം, ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം ഏതാണ്? സെപ്റ്റംബർ 16 ഉത്തരം. ആൻസർ ഓപ്ഷൻ എ, ഓൺലി 1. അടുത്ത ചോദ്യം, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഓൾ ഓഫ് ദി എബവ്. അടുത്ത ചോദ്യം, 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവന 1, 1974, 1978 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്, ശരിയാണ്. പ്രസ്താവന 2, ഗരീബി ഹഠാവോ പരിപാടി നടപ്പിലാക്കി, ശരിയാണ്. പ്രസ്താവന 3, ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? പ്രസ്താവന 1, ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായി തരംതിരിക്കാം, ശരിയാണ്. പ്രസ്താവന 2, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ, ശരിയാണ്. പ്രസ്താവന 3, ഉദാരീകരണത്തിന്റെ ഭാഗമായി എല്ലാത്തരം വ്യവസായങ്ങളുടെയും ലൈസൻസിംഗ് സമ്പ്രദായം അവസാനിപ്പിച്ചു. ഈ പ്രസ്താവന തെറ്റാണ്. എല്ലാത്തരം വ്യവസായങ്ങളുടെയും ലൈസൻസിംഗ് സമ്പ്രദായം പൂർണ്ണമായും അവസാനിപ്പിച്ചിരുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1, 2 ശരിയാണ്, 3 ശരിയല്ല. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏത്? ബാങ്കുകളുടെ ബാങ്ക് RBI ശരിയാണ്. വാണിജ്യ ബാങ്ക് SBI ശരിയാണ്. പുതുതലമുറ ബാങ്ക് ICICI ശരിയാണ്. സഹകരണ ബാങ്ക് LIC തെറ്റാണ്. LIC ഒരു ഇൻഷുറൻസ് സ്ഥാപനമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതിനു മുൻപുള്ള VFAയുടെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതെന്തായാലും അറ്റൻഡ് ചെയ്യുക. കാരണം എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ റിവിഷൻ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്